ഹലോ കുട്ടി, ഹലോ, പേരെന്താ? ദക്ഷ. ആ, നേരത്തെ കണ്ട ദക്ഷ. ഹായ്. മുമ്പേ കണ്ടിട്ട് പോയതല്ലേ ഉള്ളൂ. വില്ലി എവിടെ? വില്ലു വന്നില്ല. അടത്തിരിക്കുന്ന ആരാ? ഇത് വില്ലി. അതാ ചോദിച്ചത്. അവനെ തന്നെ ഞാൻ ചോദിച്ചത്. ഓ, അവനാണോ? ഓക്കെ ഓക്കെ. ദക്ഷ എന്ത് ചെയ്യുന്നു സിറ്റിയിൽ? ഞാന് അല്ല, അത് മറ്റേ 30 വർഷം മുമ്പുള്ള ചളിയാണ് വില്ലി നീ പഠിച്ചത്. ആ കുട്ടി പറയൂ. ലീഗൽ അഡ്വൈസർ ആണ്. ലീഗൽ അഡ്വൈസർ എന്ന് വെച്ചാ വക്കീൽ. ഓ, അതൊക്കെ പറഞ്ഞാ പോരെ. LLB. ഓ, ഓക്കെ, നടക്കട്ടെ. ഇതാരാണ് കുട്ടി? ഹലോ, മറ്റേ കുട്ടി. എന്റെ പേര് യാസ്മിൻ. യാസ്മിന. അയ്യേ, എന്റെ പേര് കണ്ണാപ്പി. ഓ, എന്താ പിടിച്ചില്ലേ? എത്ര ചിരിക്കാൻ എന്താ കുട്ടി? ഇഷ്ടപ്പെട്ടാ? പിന്നെ എന്തുണ്ട് കണ്ണാപ്പി വിശേഷം? ഓ, സുഖം സുഖം. നമുക്ക് ഞാൻ ലീഗൽ അഡ്വൈസറിനെ തപ്പി നടക്കുമായിരുന്നു. അല്ല, എനിക്കെതിരെ കേസൊക്കെ വരുമ്പോഴത്തേക്ക് ഇറക്കാനായിട്ട്. ബട്ട് ഞാനൊരു ക്ലബിന്റെ ലീഗൽ അഡ്വൈസർ ആണ്. ഓ, ഏത് ക്ലബാണ്? GM. ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാൻ ജാഗിലാണ്. TVA. അതെനിക്കറിയാം, അതെനിക്കറിയും. അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അല്ല, ഗ്യാങ് ഡ്രസ് ഇട്ടോണ്ട് വന്നിട്ട് ഞാൻ ഗ്യാങ്ങിനാണെന്നോ? ഓ, നമ്മളങ്ങ് പറയല്ലോ, എടുത്തൊക്കെ പറയല്ലോ. പിന്നെ ദക്ഷ നമ്പർ തരുമോ? തരം തരാം. ബ്രോ ഇതിന് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. പേര് കണ്ണാപ്പി. ബ്രോ പേരെന്താണ്? അജീഷ്. എന്താണ്? ഗോഡ്വിൻ. ഓക്കെ ഓക്കെ ബ്രോ. കണ്ണാപ്പി എന്റെ നമ്പറേ നോട്ട് ചെയ്യണം. ഇങ്ങനെ ഡോട്ട് ഇട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. തന്നെ. ദക്ഷ വർമ്മ ഡാഡിയാണോ? അതെ അതെ അതെ. ഓക്കെ ഓക്കെ. ജർമ്മൻ കണ്ണാപ്പി. ഫുൾ നെയിമാണ്. അതെന്താ ജർമ്മനിലാണ് ജനിച്ചതൊക്കെ? ജർമ്മനിലാണ് ജനിച്ചത്. ഇതിന്റെ പോലെ തന്തയില്ലാത്തവനല്ലേ വില്ലി? തന്തയൊക്കെ എന്താടാ ഒഴികെ? ബാഹുബലി ഒഴികെല്ലാടാ വന്നത്. എന്നിട്ട് നീ ആ പടം പോയിരുന്ന് കണ്ടില്ല തിയേറ്ററിൽ? എടാ നീ ബാഹുബലി ഒഴുകി വന്നപ്പോ നിനക്ക് തിയേറ്ററിൽ പോയിരുന്ന് കാണാം. എടാ ഞാൻ ഒഴുകി വന്നപ്പോ നിനക്ക് എന്താടാ പ്രശ്നം? ഹലോ, അജീഷ് ചടയംകുളങ്ങര. ഹലോ. അതെ അതെ അതെ. ഓ, പിന്നെ ഇവിടെ വരുന്ന ഒരാൾ LLB ആണെങ്കിൽ എല്ലാരും LLB ലോകത്തുള്ള. ദക്ഷ ഒരു LLB ക്വസ്റ്റ്യനെ കൂടി ആക്കിയേ കുട്ടി പറയാൻ നോക്കട്ടെ. അപ്പൊ ആരാണ് ഇന്റർവ്യൂ എടുത്തത്? LLB എന്ന് പറഞ്ഞ ഇതുണ്ടാ? ഇതൊക്കെ ഒരു അഭിമാനമാണോ? ഇതൊക്കെ അപമാനം. തക്കുടുവിന്റെ ഗേൾഫ്രണ്ടാന്ന്. തക്കുടു എന്ന് പറഞ്ഞ മറ്റവനല്ലേ? അല്ലെ ഗ്യാങ്ങിലുള്ളവൻ? തക്കുടു ക്യാസ്ട്രോണ്. കാർലോണോ തക്കുടു? അപ്പൊ വേറൊരു തക്കുടു ഉണ്ടായിരുന്നില്ല പണ്ട്. കാർലോണോ തക്കുടു? അണ ഈ തക്കുടു ആരാണ് സിറ്റിയില്? പണ്ടൊരു തക്കുടു ഇല്ലായിരുന്നാ? അല്ല, അതെനിക്കറിയാം. ആറായി യുദ്ധായി. അന്നേ ഈ കാർലോന്റെ പേരിലാണോ തക്കുടു? ചുമ്മാ ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കല്ലേ നിങ്ങളെ? ഒരു യുദ്ധമാണ് ഇപ്പൊ. വാറായി
ശാപം കിട്ടിയേ? ഹലോ കുട്ടി, ഹലോ 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 ആരാ? ഹലോ കുട്ടി, ഹലോ കേക്കാവോ? ഹലോ കേക്കാം. ഒന്ന് വരുമോ കുട്ടി, ഒന്ന് വരുമോ? കുട്ടി തന്നെ, കുട്ടി തന്നെ, കുട്ടി തന്നെ. ഞാനാണോ? കുട്ടി തക്കുടു ആരാണ്? തക്കുടോ? ഓ, തക്കുടു എന്റെ ബോയ് ഫ്രണ്ട്. അതാരാണ്? പുള്ളിയുടെ ശരിക്കുള്ള പേര് തക്കുടു എന്നാണോ? അത് കുട്ടി വിളിക്കുന്നത് തക്കുടു എന്നാണോ? അങ്ങനെയാണോ? എനിക്ക് ശരിക്കുള്ളവരെ അറിയില്ല. പുള്ളിയെ കാണാൻ എങ്ങനെ ഇരിക്കും? പുള്ളി കാണാൻ അത്യാവശ്യം ജിമ്മൻ ബോഡി ഒക്കെയാണ്. ആ, പുള്ളിയുടെ കണ്ണാടി വെച്ചിട്ടുണ്ടോ? കണ്ണാടി, വെള്ള കണ്ണാടിയാണോ? കണ്ണാടി അറിഞ്ഞൂടാ, കണ്ണാടി ഉണ്ടോന്ന്. ആ, മറ്റേ തലമുടി നീലാണോ? നീല? ഞാൻ സത്യം പറഞ്ഞ തക്കുടുവിന്റെ അന്വേഷിച്ചാ വന്നേ, കണ്ടിട്ടില്ല. പക്ഷെ തക്കുടു ഗ്യാങ്ങിലൊക്കെ ഉണ്ടോ? ഗ്യാങ്ങിലൊക്കെ ഉണ്ട്. ഏത് ഗ്യാങ്ങാ? അതൊന്നും എനിക്കറിയില്ല. വലിയ പുള്ളിയാന്നാ കേട്ടെ. ചേട്ടന് തക്കുടുവിനെ അറിയാവോ? ഞാനാ തക്കുടു. പക്ഷെ ഇങ്ങനെയല്ലായിരുന്നല്ലോ. ഇല്ല, തക്കുടു ഞാനാണ്, തക്കുടു ഞാനാണ്. ശരിക്കും? യെസ്, ശരിക്കും തക്കുടു ഞാൻ. എത്ര വയസ്സായി ചേട്ടൻ? എത്ര വയസ്സായി ഇപ്പൊ? ആര്? എനിക്കാ? ആ, എനിക്ക് 10-20 വയസ്സ്, 27 വയസ്സായി. വയസ്സ് റിവീലായിരുന്നല്ലേ? അല്ല 24. ആ, അപ്പൊ ചേട്ടനല്ല എന്റെ തക്കുടു. അല്ല ഞാനല്ലേ തക്കുടു. തക്കുടു ഞാനാ, തക്കുടു ഞാൻ. 24 വയസ്സ് ഞാൻ പറയത്തില്ല, പുറത്തു പറയില്ല. കുട്ടി ഉദ്ദേശിച്ച തക്കുടു ഞാനാ. എന്നെ എല്ലാരും തക്കുടു വിളിക്കുന്നത്. ആണോ? പക്ഷെ ഞങ്ങള് ചെറുപ്പത്തില് കണ്ടപ്പോ എന്റെ തക്കുടുവിന്റെ മുഖം ഒന്നും എങ്ങനെയല്ലായിരുന്നു, മുടിയൊക്കെ എങ്ങനെയല്ല. ഓ ഇല്ല, തക്കുടു ഞാൻ, തക്കുടു ഞാനാണ്. അത് ഞാനെങ്ങനെ വിശ്വസിക്കാൻ തക്കുടു ചേട്ടനാന്ന്? ഇതിപ്പോ എനിക്കിപ്പോ ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? തക്കുടു ഞാനാന്ന് കാണിക്കാൻ. ചേട്ടനെ ആരാ വേറെ തക്കുടൂന്ന് വിളിക്കണേ? എന്നെ വേറെ എല്ലാരും, നമ്മളെ ഗ്യാങ്ങിലുള്ള എല്ലാരും എന്നെ തക്കുടു വിളിക്കുന്നത്. എന്റെ ഗ്യാങ്ങിന്റെ പേര് എന്നെ തക്കുടു വീട്ടിൽ അകതോലോകം എന്നാ. ടിവിയെ. വീട്ടിലോ? ആ, വീട്ടില് ചേട്ടൻ തക്കുടു വീട്ടിലെ തക്കുടുവാണോ? ഓ തക്കുടു, അത് തന്നെ, തക്കുടു വീട്ടിലെ തക്കുടു. ഓ, പക്ഷേ എന്നാലും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ എന്നാ കുട്ടി വിശ്വാസമാകുമ്പോ വിളി. ഈ തക്കുടു ഇവിടെ തന്നെ കാണും. അണ്ണാ, ആ കൊച്ച് എന്റെ അടുത്ത്, ആ കൊച്ചിന്റെ അടുത്ത് ഞാൻ എന്തിനാ പറഞ്ഞണ്ണാ? അപ്പഴത്തേക്ക് കൊറേ വന്നിട്ട് പ്രശ്നമായി, വാറ യുദ്ധമായി എന്നൊക്കെ പറഞ്ഞു. മനസ്സിലായി? എന്റെ അടുത്ത് യുദ്ധമായി, മനസ്സിലായി. ആരുമായിട്ടാന്ന് അറിയാവോ? അവരുമായിട്ട്, കെവിയായിട്ട്. കെവിനല്ല, കെവിനായിട്ട് യുദ്ധമായാലും എന്താ? കെവിയായിട്ട് യുദ്ധമായെന്ന് പറഞ്ഞൊന്ന്. ഞാൻ വിചാരിച്ചു ഇത് ആര്. പിന്നെ കുറച്ച് തക്കുടു, ആ കുട്ടി ഉദ്ദേശിച്ചടക്കം തക്കുടു കാർലോ എന്ന് പറഞ്ഞു. എടാ തക്കുടു എന്നല്ല അവളെ പേര് പറഞ്ഞ, അവളെ പേര് പറഞ്ഞ ഇതാണ്. അവളുടെ പേര് വേറെന്തോ, അവളുടെ പേര് കുക്കുടു. അവള് തപ്പി കിടക്കുന്ന തക്കുടു. ഈ തക്കുടു എല്ലാരും പറഞ്ഞു തക്കുടു കാർലോ എന്ന് പറഞ്ഞു എന്ന്. ഞാൻ ഇന്നേവരെ കേട്ടില്ല തക്കുടു കാർലോ ആയിരുന്നു തക്കുടു എന്ന് വിളിക്കുന്നത്. നമ്മളല്ലേ തക്കുടൂസ് അല്ലേ? ഓ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചെന്ന് പറഞ്ഞു ഞാനാ തക്കുടു എന്ന്. കുട്ടി ഒന്നും പറഞ്ഞില്ല, എന്റെ തക്കുടു ഇങ്ങനല്ലെന്ന്. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് കുട്ടിയുടെ തക്കുടു എന്ന് പറഞ്ഞു. എടാ തക്കുടു ബാക്കി ഇരിക്കുന്ന കെവിനാണ്, ഞാൻ ഒന്ന് പറഞ്ഞിട്ട്. കെവിനാ ഓട്രാ അയ്യേ എടാ. ഈ കപ്പിളൊക്കെ ആയിട്ട് നടന്നാലേ ഇതുപോലെ വള്ളിയും പിടിച്ച് സ്വസ്ഥതയൊന്നും കിട്ടില്ല. ഇതാകുമ്പോഴേ ചില്ലായിട്ട് വള്ളി പിടിച്ച് നടക്കാം. നീയൊക്കെ ഇങ്ങനെ പെമ്പിള്ളാറ് പറഞ്ഞ നടക്കടാ. കണ്ണാപ്പി അതിന് കിട്ടത്തില്ലടാ. കാണാനൊന്നല്ലടാ, കിട്ടത്തില്ലെന്ന് പറഞ്ഞാ കിട്ടത്തില്ല. അത് നീ എവിടെ ഉള്ള ഇത് വെച്ചാ? തക്കുടുവിനെ കണ്ടായിരുന്നോ? കണ്ടില്ല. കുക്കുടു എന്തോ ഇവിടെ തക്കുടുവിനെ അന്വേഷിച്ച് നടക്കണം പറഞ്ഞു. അതെ, വി ആർ തക്കുടു ബോയ്സ്. പക്ഷെ അതില് ഞാൻ തക്കുടു അല്ല, ബാക്കിൽ ഇരിക്കുന്ന തക്കുടു. അല്ല, കുട്ടിയുടെ ഓൾറെഡി റിവീൽ ചെയ്തായിരുന്നു ഞാനാണ് തക്കുടു. തക്കുടു വീട്ടിൽ അതോ ലോകം. നമ്മളെ വീട്ടിലെ പേരാണ് തക്കുടു. തക്കുടു വീട്ടിൽ തക്കുടു ആവാതോ ലോകം നമ്മളാണ്. പക്ഷെ എനിക്ക് ഒരു തക്കുടുവിനെ അറിയത്തുള്ളൂ.
അതാണ് നമ്മുടെ അതാണ് കെവിൻ കെവിനാ ആ. ആര് എന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതാണോ ബാക്കില്? കുട്ടി ഒരു കാര്യം ചെയ്യണം, പാട്ട് ബ്രൗണാ? കുട്ടി ഒരു കാര്യം ചെയ്താ അവൻ കൊട്ടും, അവരിന്ന് കൊട്ടും. ഒന്ന് പാടി നോക്ക്. പാടട്ടെ? പാടിക്കോ, അവരിപ്പോ ഇരുന്ന് ക്ലാപ്പ് അടിക്കും, നോക്കിക്കോ. പാപ്പ തിന്നാൻ കൈകൊട്ട്. ആ പാടി പാടി പാടി. പാപ്പ കൈകൊട്ട്. ആ പാട്. നീ കൈകൊട്ട്. മീ തിന്നാൻ കൈകൊട്ട്. അമ്മയുടെ പൊന്നിനെ കൈകൊട്ട്, അച്ഛന്റെ പൊന്നിനെ കൈകൊട്ട്, തന്നില്ലാത്ത കൈകൊട്ട്. ആ കൈകൊട്ട് തന്നില്ലാത്ത കൈകൊട്ട് പറഞ്ഞ കറക്റ്റ് കൈകൊട്ട് കേട്ട കൈകൊട്ട്. അയ്യേ പെണ്ണുണ്ണി, പോണാ പെണ്ണുണ്ണി. അയ്യേ യൂണിവേഴ്സൽ പെണ്ണുണ്ണിയാ. എടാ കെവിന് ഈ ഒരു കാര്യം ഇനി അവളോടെ കൂടിക്കോ, ഇത് കൊട്ടിയെന്നാ മതി. അവളിടക്കിടക്കാരെ പാട്ട് പാടി തരും. കിയാ കിയാ കുരുവി ഞാ കുഞ്ഞു കുരുവി നീ, നെല്ലി മരമേ കുഞ്ഞി കുരുവി നീ, കിയാ കിയാ കുരുവി ഞാൻ കുഞ്ഞി കുരുവി നീ. അതെ തക്കുടു ആ അല്ല കുക്കുടു മാറിപ്പോയി, സോറി. അയ്യോ കുക്കുടു കുക്കുടെ ആളെ കൊള്ളാം. സിഗ്മാകളല്ലേ അതോ മറ്റേ ഇത് അജേഷ് ചടയമംഗലം. ഹലോ സിഗ്മാകാണല്ലേന്ന്? ഇത് രാജേഷ് അതാര് മുണ്ടെടുത്തതാ? ഓ ഇത് അജേഷ് ചടയമംഗലം, എഴുത്തുകാരനാണ്. ആര്? ഇത് ഏത് ഇത് ഡ്രസ് ഏതാ അല്ല മറ്റേ കൈകൊട്ടിയ ഭാവയല്ല എന്റെ പ്രത്യേക മുണ്ടൊക്കെ കൊടുത്ത പേര്. എനിക്കൊരു കാര്യം അത് എഡ്വിനല്ലേ? നിനക്ക് ഇനി പാപ്പ അളിയാ കേറിയാടാ, അത് കൊള്ളാം കേട്ടോ പേരെ. എടാ കേറി, അത് കൊള്ളാല്ലേ, അത് നിനക്ക് ചെയ്തതുണ്ടല്ലേ, അത് പാപ്പക്കുന്നെ കൈകൊട്ട്, ഒന്നില്ലാത്ത കൈകൊട്ട്. അളിയ എടാ ഒരു ഐജിലാണോ അവിടെ നിന്ന് കാണിച്ചത്? കൊള്ളരുത്. ഞാൻ ഇപ്പൊ ഹലോ